നമ്മൾ ഓഡിയോ പ്രേമികൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഈ ഡൂഗി സൗണ്ടിന്റെ സ്പീക്കറുകൾ നല്ലതാണോ നല്ലത്, അല്ലെങ്കിൽ അവാർഡ് സിപ്പ് പോലത്തെ സ്പീക്കറാണോ ഇത്, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടൂലേ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ പല ആൾക്കാർക്കുണ്ട്. ഇതിപ്പോൾ ഒരു 5.25 സ്പീക്കറാണ്. 4 ohmസിൽ ഒരു 50 വാട്ട്സ് കിട്ടുന്ന സ്പീക്കറാണ്. ഇതിൻ്റെ മാഗ്നറ്റ് ഒക്കെ ഭയങ്കര ഹെവി മാഗ്നറ്റ് ഒക്കെയാണ്, ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സ്പീക്കറാണ് ഇത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ 50 ഹെർട്സ് തൊട്ട് ഒരു 4-5 കിലോ ഹെർട്സ് വരെയൊക്കെ വർക്ക് ചെയ്യും. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഒരു 2500-3000 ഹെർട്സ് വരെയൊക്കെ ഇത് വർക്ക് ചെയ്യും. പിന്നെ അവാർഡ് അല്ലെങ്കിൽ സിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ ബെറ്റർ സാധനമാണ് ഇത്. നമ്മളൊരു 6 ഇഞ്ച് അവാർഡ് അല്ലെങ്കിൽ 6 ഇഞ്ച് സിപ്പ് ഉപയോഗിക്കണേക്കാളും എത്രയോ എത്രയോ നല്ല പെർഫോമൻസ് ആണ് ഇതിന് കിട്ടുക. അതേപോലെ തന്നെ ഇതിന് നമ്മൾ വില കുറവാണ്, 900 രൂപ വില ഉള്ളൂ ഈ 5.25 ഇഞ്ച്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വില കുറവിൽ നോക്കുകയാണെങ്കിൽ അവർ തന്നെ ട്യൂട്ടറുണ്ട്, നിയോഡിയം മാഗ്നറ്റ് വരുന്ന ട്യൂട്ടറാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കുറവ്, അതിന് 550 600 രൂപയൊക്കെയാണ് ഒന്നിന് വരുന്നത്. ഇതൊരു 1 കിലോ ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെ വർക്ക് ചെയ്യുന്ന ട്യൂട്ടറാണ്. ഒരു 2500-3000 ഹെർട്സ് തൊട്ട് ഒരു 13 കിലോ ഹെർട്സ് വരെയൊക്കെ ഇതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അത്രയും നല്ല ട്യൂട്ടറാണിത്. ഇതിൻ്റെ പ്രൈസ് കൂടി നമ്മൾ ആലോചിക്കണ്ട, വളരെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. ഇതിനേക്കാളും നല്ല ട്യൂട്ടറുകളൊക്കെ ഉണ്ട്, ഇവരതുണ്ട്, ഇവരതല്ലാത്തന്നെ ഇതിനേക്കാളൊക്കെ വില കൂടിയ ട്യൂട്ടറുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി സ്പീക്കർ ട്യൂട്ടറൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കാണ് ഞാനിത് പറയുന്നത്. അപ്പം ഈ ഊഫറൊക്കെ അത്യാവശ്യം നല്ല ബാസ് കിട്ടും ഇതിൽ നിന്നൊക്കെ. ഇത് ചെറിയ 5.25 ഇഞ്ച് ഊഫറായിട്ട് ഇതിന് ബാസ് ഉണ്ടാവുമോ എന്നൊക്കെ പല ആൾക്കാർക്കും സംശയിക്കണം. ഇതിന് നല്ല ഡീപ്പായിട്ടുള്ള ബാസ് ഇതിൽ നിന്ന് കിട്ടും. നല്ല നല്ല രസമുള്ള ബാസാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പം അങ്ങനെ പല ആൾക്കാർക്കും ഇത് ചെറിയ ഊഫറായിട്ട് അങ്ങനെ ബാസ് കിട്ടുമെന്നൊക്കെ സംശയമുണ്ട്. നിങ്ങൾ എന്തായാലും അവാർഡിനേക്കാളും ഒരു 6 ഇഞ്ച് അവാർഡിനേക്കാളും സിപ്പിനേക്കാളും നല്ല ബേസ് റെസ്പോൺസും സൗണ്ട് ക്വാളിറ്റി ഇതിൽ നിന്ന് കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഒരു 3 വർഷം പോലായിട്ട് ഈ ഡൂഗി സൗണ്ടിൻ്റെ സ്പീക്കർ വെച്ച് ഒരുപാട് സ്പീക്കറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ബോക്സുകൾ ചെയ്തിട്ടുണ്ട്. ഒരു സബ് ഊഫർ ആയാലും ഇങ്ങനത്തെ 6 ഇഞ്ച് 8 ഇഞ്ച് പിന്നെ ഈ 5.25 ഇഞ്ച് 10 ഇഞ്ച് ഒക്കെ വെച്ച് ഞാൻ ബോക്സ് ചെയ്തിട്ടുണ്ട്. അവരെ മിഡ് റേഞ്ച് സ്പീക്കറുകളൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളൊരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നല്ല സ്പീക്കറുകളാണ്. ഇതിനേക്കാളൊക്കെ നല്ല സ്പീക്കറുകൾ ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിനേക്കാളും ക്വാളിറ്റി കൂടിയ സ്പീക്കറുകളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ അവാർഡ് സിപ്പൊക്കെ വാങ്ങണേക്കാളും എത്രയോ നല്ല ക്വാളിറ്റി സൗണ്ട് കിട്ടുക ഇതിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഇതിക്ക് ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവരെ ക്രോസ് ഓവർ വരുന്നുണ്ട്, അത് അത്രത്തോളം അതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. അവരെ ക്രോസ് ഓവർ ഒന്നും ഇതിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റും കാര്യമൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിന് ക്രോസ് ഓവറിൻ്റെ കപ്പാസിറ്ററുകൾ ഇതൊക്കെ തന്നെ ഉപയോഗിക്കണം. നമ്മൾ സാധാ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഞാൻ മുമ്പൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ അതിനേക്കാളും എത്രയോ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ നോൺ പോളാർ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ. മുമ്പൊന്നും എനിക്ക് അങ്ങനത്തെ കപ്പാസിറ്ററുകൾ കിട്ടാത്ത ടൈമിൽ ഞാൻ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററൊക്കെ സീരീസ് ചെയ്തൊക്കെ കൊടുത്ത് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് വളരെ ശോകമാണ്. പിന്നെ ഇവരെ ക്രോസ് ഓവർ ആണെങ്കിലും അങ്ങനെ നല്ലൊരു പെർഫോമൻസ് അതിന് കിട്ടൂല, കൃത്യമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും അതിന് കിട്ടൂല. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇതിന് കിട്ടും കുറഞ്ഞ പ്രൈസിൽ കേട്ടോ.